നിങ്ങൾക്ക് വഖഫ് നിയമം അറിയില്ല, രജിസ്ട്രേഷൻ ആക്ട് അറിയാലോ, നിയമങ്ങൾ അറിയില്ല, ഞാനിത് പഠിച്ചിട്ടാ എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. നിങ്ങൾ കുറെ നേരമായി വയനാട്ടെ പ്രശ്നം ഇവിടെ നിങ്ങൾ കുറെ സംസാരിച്ചല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ നീണ്ട നേരം സംസാരിച്ചു. വയനാട്ടിലെ പ്രശ്നം എന്താണ്? ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നാളെ നിങ്ങൾ 1 മണിക്കൂർ വെച്ചോ, ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് കയറിക്കോളാം. ഞാൻ ഇന്ന് കാസർഗോഡേക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ മാത്രമേ രേഖയുള്ളൂ. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ നീണ്ട നേരം ചർച്ച അതിന് മര്യാദകളല്ലേ? എന്റെ അഭിപ്രായം പറയട്ടെ. ബന്ധപ്പെട്ട രേഖകൾ എന്റെ പക്കലില്ല. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഓരോ സംഭവം ഉണ്ടാകുന്നത് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നാളെ ചർച്ച ചെയ്യാം. കാസർഗോഡ് ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്ത് കാസർഗോഡ് എന്റെ 8:50 ട്രെയിൻ യാത്ര ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ ആ രേഖ കൊണ്ടു അല്ല വൺ മാൻ ഷോ ആണത്. മോനെ അടങ്ങ്. എന്തുകൊണ്ടാണ് വൺമാൻ ഷോ എടുക്കുന്നത്? നിങ്ങൾ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് കൊണ്ട് പി ജയരാജൻ നിങ്ങൾ കൊണ്ടുവരുന്നത് നിലപാട് വളർത്താൻ ബിജെപിയുടെ കയ്യിൽ ആയുധമായി മാറുന്നു. നിങ്ങൾക്ക് എന്ത് പറയാം? പി ജയരാജൻ ആരുടെ കയ്യിൽ ആയുധമാണ്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ടോൺ സുരേഷ് ഗോപിയുടേതാണ്, ടോൺ ഗോപാലകൃഷ്ണന്റേതാണ്. തുറന്ന് കാട്ടപ്പെടുമ്പോ ചെമ്പ് തെളിയുമ്പോ ഉള്ള വാദമാണ്. ഷിജു പി ജയരാജൻ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ ആരുടെ രാഷ്ട്രീയമാണ് അവതരിപ്പിച്ചത്? പി ജയരാജൻ ഇന്നാ വീട്ടിൽ പോയല്ലോ. പി ജയരാജൻ ആരുടെ വിഷയമാണ് ഉന്നയിച്ചത്? സത്യമായിട്ട് എനിക്കറിയില്ല ഷിജു, അത് പറയൂ. പി ജയരാജൻ ആരുടെ നറേറ്റീവാണ് ഉന്നയിച്ചത്? പി ജയരാജൻ പോയല്ലോ ഇന്നവിടെ. നിങ്ങൾക്ക് വർഗീയവാദം തുറന്നു കാട്ടപ്പെടുമ്പോ മറ്റുള്ളവരും വർഗീയവാദികളാണെന്ന് തോന്നും. സ്വാഭാവികമാണത്. എനിക്കത് ഒരു പരാതിയില്ല ഷിജു. ഇന്ന് ഈ വിഷയത്തിൽ പി ജയരാജൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ അറിയാത്ത വിഷയമാണെങ്കിൽ പഠിക്കണമായിരുന്നു. കാസർഗോഡ് പോകുന്നിടത്ത് കണ്ണൂരെന്ന് ഇറങ്ങിയിട്ട് നിയമവാഴ്ചയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തത് ആരാണ്? നിയമത്തിൽ പെശകുണ്ടെങ്കിൽ ആദ്യം തിരുത്തണമെന്ന് ഞങ്ങൾ പറയും. എവിടെ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. കൂടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതായത് മുനമ്പത്തെ ആളുകളെ ഇറക്കി വിടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചു. ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. സംഘടനയെ മുനമ്പത്തെ ആളുകളെ ഇറക്കി വിടില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് ഷിജു ഖാൻ പറയുന്നു. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടു. തെറ്റാണ് അഭിലാഷ്, തെറ്റാണ്. തകർക്കാൻ നിങ്ങളുടെ ശ്രമം. പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ സംഘടന എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഒന്നുമില്ല. നിങ്ങൾക്ക് നിലപാടുമില്ല. ഒന്നും മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ നിലപാട് പറയാം. നിങ്ങൾ അതിര് കിടക്കും. മാതൃഭൂമിക്ക് ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിങ്ങൾ കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഷിജു ഖാന്റെ പ്രഖ്യാപിത നിലപാട് ഓരോ സെക്കൻഡ് സമയത്താണ് ഞാൻ പറയാം. ധൈര്യമുണ്ടോ? ഐ ചാലഞ്ച് യു. ധൈര്യമുണ്ടോ? നിങ്ങളുടെ പ്രഖ്യാപിത നിലപാട് എന്തായിരുന്നു എന്ന് പറയാൻ ഒരു നിമിഷം മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഞാൻ വിശദീകരിക്കാം. വാ പൊളിക്കരുത് പ്ലീസ്.
ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഷിജു. ഒച്ച എടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഒച്ച എടുത്തു. ഒരു കാര്യവുമില്ല. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? 50 ചരിത്രം പറയാം. ഒരു ചരിത്രവും പറയണ്ട. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസിന്റെ മിണ്ടാതിരുന്നാൽ പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു. ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഞാൻ പറയാം. ഒരു ശക്കല കുഴപ്പമുണ്ട്. നിങ്ങളുടെ നിലപാട് നിങ്ങളെപ്പോലുള്ള ഒരു ആങ്കറുടെ ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ ഉണ്ടാവും. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ മീഡിയ എത്തിക്സ് അല്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ പറയാം. ഞങ്ങളുടെ തെറ്റെന്ത്? ഞാൻ പറയാം. നിലവിലുള്ള നിയമപ്രകാരം ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ജനാധിപത്യ മുന്നണി ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. പറ്റുമോ? പറഞ്ഞോ. നിങ്ങൾ ശരി, ഓക്കെ. ഇപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ഇപ്പോ ഞങ്ങളുടെ നിലപാട് മുനമ്പത്തെ ആളുകൾക്കൊപ്പമായിരുന്നു. അത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു എന്നാണ് ഷിജു ഖാൻ പറഞ്ഞത്. ഈ വിഷയം നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു. അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി UDF നിയമസഭയിൽ പറഞ്ഞത് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു UDF നിലപാട്. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? മന്ത്രി വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാൻ 12/12/2022 പറഞ്ഞതാണ് പ്രഖ്യാപിത നിലപാട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇപ്പോ കരമടക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ്. UDFന്റെ നിലപാട് അതല്ല. കേരളത്തിലെ എല്ലാ മുസ്ലിം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ ചെറുട്ടമാ. ഇപ്പോ ഈ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ മുമ്പിൽ പൊളിഞ്ഞടുങ്ങുമ്പോഴാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു അത് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഇതല്ല. നിങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഇതല്ല. ഇതാണ് കേരള നിയമസഭയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ഇതാണ്. പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഇപ്പോ പ്രതിരോധത്തിലാകുമ്പോ ചോദ്യം ചോദിക്കുന്ന ആളുകളെ വർഗീയവാദികളാക്കുക, നിങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യമാണെന്ന് പറയുക. സുരേഷ് ഗോപിയുടെ ടോണെന്ന് പറയുമ്പോ പിന്നെ സുരേഷ് ഗോപിയുടെ ടോണിന് ഇന്നലെ ഈ സമയത്ത് ഇതേ ഫ്ലോറിൽ സുരേഷ് ഗോപിയുടെ ടോണിനോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. സംവാദത്തിൽ തോൽക്കുമ്പോ എന്തും പറയരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. സംവാദത്തിൽ തോറ്റാൽ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചാൽ എന്തും പറയരുത്. ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഷിജു ഖാനൊക്കെ ചെറിയ പ്രായത്തിലുള്ള രാഷ്ട്രീയ നേതാവല്ലേ? സത്യസന്ധത വേണ്ടേ? വലിയ പ്രായമായിട്ടില്ല. സത്യസന്ധത വേണ്ടേ? അത് UDFന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. യുവാക്കളായ നിലപാട് അല്ലാതെ മീഡിയ എത്തിക്സ് ഈസ് ഇമ്പോർട്ടന്റ്. അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങൾക്ക് വഖഫ് നിയമം അറിയില്ല, രജിസ്ട്രേഷൻ ആക്ട് അറിയാലോ, നിയമങ്ങൾ അറിയില്ല, ഞാനിത് പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. ആരെങ്കിലും എഴുതി പഠിച്ചിട്ടല്ലേ നിങ്ങൾ വായിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ ഫറൂഖ് കോളേജിന്റെ കേസ് നിങ്ങൾക്ക് പറയാൻ അറിയാത്തത്. അതുകൊണ്ടാണ് വഖഫ് നിയമം നിങ്ങൾ ഉദ്ധരിക്കാത്തത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ കേസ് നിങ്ങൾ ഉദ്ധരിക്കാത്തത്. എഴുന്നള്ളിക്കുന്ന വാദം വയനാട്ടിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ നോട്ടീസ് വെക്കാം. ഞാൻ നോട്ടീസ് അന്വേഷിച്ച് ഷിജു ഖാന്റെ നേതാവ് പി ജയരാജൻ വീട്ടിൽ പോയി. ഷിജു, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? 8 മണിവരെ ഞാൻ തയ്യാറാണ് അഭിലാഷേ. എപ്പോ വേണമെങ്കിലും 8 മണിവരെ ഞാൻ ചർച്ച തയ്യാറാണ്. ഇന്ന് 8:50 എന്റെ ട്രെയിൻ പോയാലും കുഴപ്പമില്ല. ഈ എത്തിക്സ് ഇല്ലായ്മ, ധാർമ്മികതയ്ക്കെതിരായ കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവും ഇരട്ടത്താപ്പ് എന്താണ്, ഇരട്ടത്താപ്പ് എന്താണ് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.